ഹലോ ഗൈസ്, അപ്പം ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യലായിട്ടുള്ള ചിക്കൻ കറിയാണ്. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്ന് ട്രൈ ചെയ്ത് നോക്കി. നല്ല അടിപൊളി ടേസ്റ്റിൽ ചിക്കൻ കറി ഉണ്ടാക്കാൻ പോകുന്നത്. പിന്നെ അതിനായിട്ട് എടുത്തിട്ടുള്ളത് ഒരു 3 ഉള്ളി എടുത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ ഞാനൊരു ഇഞ്ചി, പിന്നെ നമ്മൾ ചപ്പ്, കുറച്ച് പുതിന ഉണ്ട്, പിന്നെ അതേപോലെ വെളുത്തുള്ളി, പച്ചമുളക്, പിന്നെ ഒരു ചെറുനാരങ്ങ. അതാണ് സ്പെഷ്യലായിട്ടുള്ളത്. ഇതിലേക്ക് ഞാൻ തക്കാളി ഉപയോഗിക്കണില്ല. അപ്പോൾ തക്കാളിക്ക് ബദലായിട്ട് ഞാൻ ടൊമാറ്റോ പേസ്റ്റാണ് ഉപയോഗിക്കുന്നത്, ഒരു പാക്കറ്റ്. അപ്പോൾ ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളി നല്ല ചതച്ച് വെച്ചിട്ടുണ്ട്. അതേപോലെ ഉള്ളി അരിഞ്ഞ് വെച്ചിരിക്കണ്. പിന്നെ പച്ചമുളക് ഒരു 4-5 എടുത്തിട്ടുണ്ട്, ചെറുതായിട്ടും ചാച്ച് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പോൾ അടുത്ത പ്ലാനിങ് എന്താ വെച്ചാൽ, ഞാൻ ഇവിടെ ആദ്യം തന്നെ ഇത് ചിക്കന് വെള്ളത്തിലിട്ട് വെച്ചിരുന്നു, അത് ഫ്രീസ് ചെയ്യായിരുന്നു. അപ്പോൾ ഐസൊക്കെ പോയിട്ടുണ്ട്, 1 മണിക്കൂർ മുന്നേ ഇട്ട് വെച്ചതാണ്. ഇപ്പോൾ അത്യാവശ്യം സെറ്റായിട്ടുണ്ട്, നല്ല സ്മൂത്തായിട്ട് അരിയാനൊക്കെ പറ്റുന്നുണ്ട്. ഇത് അരിഞ്ഞിട്ട് ഇതിൻ്റെ പുറത്തുള്ള തോലുണ്ടല്ലോ, അപ്പോൾ അതൊന്നും ഒഴിവാക്കി കൊടുക്കണം. എന്നാലും നമുക്ക് സ്മൂത്തായിട്ട് നല്ല കറിക്കൊക്കെ നല്ല ടേസ്റ്റ് രുചിയോടെ കൂടി കഴിക്കാൻ പറ്റുള്ളൂ. അങ്ങനെ ഞാൻ സെൻറ്ററൊക്കെ അറിഞ്ഞ് നല്ല കുറൊക്കെ സെപ്പറേറ്റ് ആക്കി ചെറിയ ചെറിയ പീസുകളാക്കി. കറിക്കല്ലേ, അപ്പോൾ വലിയ പീസിൻ്റെ ആവശ്യമില്ല. പിന്നെ ഇപ്പോൾ എത്ര ആൾക്ക് വേണമെങ്കിലും കഴിക്കാനും പറ്റും. അങ്ങനെ എല്ലാം അരിഞ്ഞ് നല്ല ചെറുതാക്കി അരിഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ വേസ്റ്റുകളൊക്കെ ഒഴിവാക്കി. ഇനി വേണ്ടത് വെച്ചാൽ നല്ല ഒരു പാത്രത്തിലിട്ട് കണ്ട് നല്ല അത്യാവശ്യം നല്ല തെളിവെള്ളം കൊണ്ട് കഴുകണം. കഴുകി നല്ല വൃത്തിയാക്കലുള്ള ചോരൊക്കെ നമ്മൾ ഒഴിവാക്കണം. ഐസായി കിടന്നുകൊണ്ട് ചോരൊക്കെ കട്ടായി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ 2-3 പ്രാവശ്യം ഞാൻ വെള്ളം ഒഴിച്ച് നല്ല ക്ലീനാക്കി സെറ്റാക്കിയിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താ വെച്ചാൽ, ഇപ്പോൾ കണ്ടില്ല നല്ല ക്ലീൻ ആയിക്കണേ. ഇനിയൊന്നും നോക്കേണ്ട ആവശ്യമില്ല. നേരെ ചിക്കൻ ഞാൻ പ്ലേറ്റിലിട്ട് വെക്കുകയാണ്. ഞാൻ ആ പാത്രത്തിലാണ് ചിക്കന് കുക്ക് ചെയ്യാനുള്ളത്. അപ്പോൾ ഇനി ആ പാത്രം കഴുകിയിട്ട് നേരെ അടുത്ത കുക്കിങ്ങിലേക്കുള്ള പരിപാടി നോക്കണം. അപ്പോൾ നേരെ ഞാൻ പാത്രം അടുപ്പത്ത് വെച്ച് ഇനി നമുക്ക് അത്യാവശ്യത്തിന് ഞാൻ സ്റ്റവൊക്കെ ഓണാക്കിയിട്ടുണ്ടായിരുന്നു തന്നെ. പിന്നെ കുറച്ച് ഒരു ഓയിൽ ഒഴിക്കണം. ഓയിലില്ലാതെ നമുക്ക് ഉള്ളി വാട്ടാൻ പറ്റില്ലല്ലോ, അപ്പോൾ ഓയിൽ കുറച്ച് ഒഴിക്കുക. ഇനി നേരെ നമുക്ക് അധികം ചെയ്യേണ്ടത് വെച്ചാൽ കുറച്ച് ഉള്ളി ഇടുക. ഉള്ളി വെച്ചാൽ നമ്മൾ 3 ഉള്ളി അരിഞ്ഞ് വെച്ചല്ലേ, അതാണ് ഇട്ടിട്ട് കുറച്ച് നേരം ഇങ്ങനെ ഇളക്കിയിട്ടുള്ള സെറ്റാക്കി ഓയിലൊക്കെ എല്ലായിടത്തും മിക്സ് ആവുന്ന പോലത്തെ തന്നെ നല്ല ഇളക്കി കൊടുക്കുക. ഉള്ളി ഇങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ വാടിയിട്ട് ഇങ്ങനെ സ്മെല്ലിങ്ങനെ വരണം. അതുപോലെ വരെ നമ്മൾ ഇതിങ്ങനെ ആ ചൂട് നല്ല അത്യാവശ്യം കുഴപ്പമില്ലാതെ മീഡിയം ചൂടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പോൾ അതിന് കളറൊക്കെ ഇങ്ങനെ മങ്ങി വരുന്നുണ്ട്. അപ്പോൾ നല്ല സ്മെല്ല് വാടിന്ന് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാൻ എന്ത് ചെയ്ത് വയ്ക്കുക, ഇഞ്ചും വെളുത്തുള്ളിയും പച്ചമുളകും കൊണ്ടില്ല അരച്ച് വെച്ചാൽ, അപ്പോൾ അതായി ഇട്ടിട്ടുണ്ട്. എന്നിട്ട് അതൊന്ന് മിക്സാക്കിയിട്ട് കുറച്ച് നേരം അതും അങ്ങനെ ചൂടത്ത് വെക്കുക. അപ്പോൾ അത് നല്ല നമുക്ക് സ്മെല്ല് നല്ല അടിപൊളി സ്മെല്ലൊക്കെ ഉണ്ട് വരാണ്ട്. ഇഞ്ചിൻ്റെ വെളുത്തുള്ളിയിലൊക്കെ ഉണ്ട് ഇതിലൂടെ മിക്സ് ആയിട്ടുള്ള സ്മെല്ലുണ്ടല്ലോ ചൂടാകുമ്പോഴുള്ള. അതിൽ ഞാൻ ലേശം ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇടണ്ടെന്നുള്ളതിലാണ് ഇപ്പോൾ തന്നെ ഇട്ട് കൊടുക്കുന്നത്. എന്നിട്ട് ഞാൻ നേരെ ചെയ്യണത് മസാല ഒന്നും ഇപ്പോൾ ഞാൻ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ചിക്കൻ ആദ്യം ആഡ് ചെയ്യാണ്. കാരണം ഫസ്റ്റത്തെ ഈ ഉള്ളിൻ്റെ കൂടുതലുള്ള ഇതൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ടേസ്റ്റ് ഇപ്പോൾ തന്നെ നമ്മൾ ഫസ്റ്റ് തന്നെ ഇട്ട് കഴിഞ്ഞാൽ ചെറിയൊരു രുചി ആകുമ്പോൾ പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ വേറെ ടേസ്റ്റിനായിരിക്കും. സാധാരണ നമ്മൾ ചെയ്യുന്നത് വെച്ചാൽ എല്ലാം വാടിൻ്റെ ടേസ്റ്റും ചിക്കൻ ഇടല്ലേ. ഇത് നേരെ ഫസ്റ്റ് തന്നെ ഈ എണ്ണൻ്റെ അതിലിട്ടൊന്നിങ്ങനെ കുഴച്ച് കൊടുക്കുക. അപ്പോൾ തന്നെ ചിക്കൻ്റെ കളർ ഇങ്ങനെ മാറി വരണ കാണാം, വെളുത്ത് വരണ കാണാം. ഒരു പ്രത്യേക ടേസ്റ്റും ഉണ്ടാവും അങ്ങനെ ഉണ്ടാക്കുമ്പോൾ. എന്നിങ്ങനെ ട്രൈ ചെയ്ത് വെക്കുക, ഉണ്ടാക്കാത്തവരൊക്കെ ഉണ്ടെങ്കിൽ. പിന്നെ കുറച്ച് ഞാൻ ചെയ്യണ ചെറുനാരങ്ങ ഉണ്ട്, ഒരു ചെറുനാരങ്ങ എടുത്തുകൊണ്ട് അതിൻ്റെ നീരും ഇതിലേക്ക് പിഴിഞ്ഞ് കൊടുക്കുന്നുണ്ട്. ചെറുനാരങ്ങ നിർബന്ധമാണ്, കാരണം അപ്പോഴാണ് നമുക്ക് രുചി കറക്റ്റായിട്ട് വരുള്ളൂ. ഇനി ഞാൻ അതിക്ക് നേരെ കുരുമുളക് പൊടി ഉണ്ട്, അതൊരു 1.5 ടീസ്പൂൺ ഇടണുള്ളൂ, കൂടുതൽ ഇടണില്ല. 2 ടീസ്പൂണൊക്കെ വേണമെങ്കിൽ ഇടാം, കാരണം ഒരു ചിക്കനല്ല ഉള്ളത്. പിന്നെ അതിക്ക് കുറച്ച് പച്ചമുളക്, പിന്നെ അതൊരു 1 സ്പൂൺ ഇട്ടിട്ടുള്ളൂ, അത് കൂടുതൽ ഇട്ടിട്ടില്ല. പിന്നെ അതേപോലെ ഇത് ഗരം മസാല എല്ലാം കൂടി മിക്സ് പൊടിച്ചതാണ്. എല്ലാം നമ്മളെ പട്ടയും ഇലയും എല്ലാം കൂടെ പൊടിച്ചുണ്ടാക്കിയ സാധനമാണ്. പിന്നെ കുറച്ച് മസാലപ്പൊടിയും 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. അത് ഞാൻ കൂടുതൽ ഇടുന്നില്ല മസാലപ്പൊടിയൊന്നും. ഇങ്ങനെ സ്പെഷ്യലായിട്ട് ഉണ്ടാക്കുന്ന കറിയല്ലേ, അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് വേറെ തന്നെയാണത്. മസാലകളൊന്നും കൂടാൻ പാടില്ല. പിന്നെ ചെറിയൊരു 150 മില്ലിൻ്റെ ഒരു ടൊമാറ്റോ പേസ്റ്റ്, തക്കാളി ഉപയോഗിക്കണില്ല. അപ്പോൾ അതിന് ഒരു ബദലായിട്ട് നേരെ ടൊമാറ്റോൻ്റെ പേസ്റ്റ് മാത്രമാണ് ഉപയോഗിക്കുന്നത്. ആ പേസ്റ്റ് ഇട്ടിട്ട് അങ്ങോട്ട് ഇളക്കിയാൽ തന്നെ കണ്ടില്ല. മുളകും പൊടി ഞാൻ ഉപയോഗിക്കണില്ല കേട്ടോ, കാരണം പച്ചമുളകും കുരുമുളക് പൊടി ഇടുന്നുണ്ട്. അപ്പോൾ ഞാൻ മുളകും പൊടി ഉപയോഗിക്കണില്ല. മുളകും പൊടിൻ്റെ ആവശ്യമില്ല, കാരണം അത്യാവശ്യം കുരുമുളക് പൊടി ഉണ്ടാകാൻ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ടാവും.
പിന്നെ പിന്നെ കൂടുതൽ ആൾക്കാർ മുളകും പൊടി ഉപയോഗിക്കുന്നത് കളറിന് വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കളറിൻ്റെ ആവശ്യമില്ല, കാരണം അത്യാവശ്യം കളറുണ്ട്, ഇത് ചുവന്ന കളറിന് വന്നിട്ടുണ്ട് പേസ്റ്റ് ഉപയോഗിച്ചുകൊണ്ട്. പേസ്റ്റിൽ ഓൾറെഡി കളർ ഉണ്ടായിരിക്കും. അടുത്തതായി ഞാൻ അരിഞ്ഞ് വെച്ച ചപ്പ് പുതിന ഇട്ട് കൊടുക്കുക, കാരണം അതിനുള്ള ചിക്കൻ മൊക്കെ കണ്ട് പിടിക്കുന്ന കുളത്ത് നല്ലാണ്ട് ഇളക്കി കൊടുക്കുക. അതിൻ്റെയൊക്കെ ടേസ്റ്റ് വേറെ തന്നെയാണ്. അതിൻ്റെ ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്, ഇങ്ങോട്ട് ഞാൻ അടച്ച് വെക്കുകയാണ്. പിന്നെ ഇപ്പോൾ ഒരു 10 മിനിറ്റ് കഴിഞ്ഞ ശേഷം ഞാൻ 15 മിനിറ്റോളം ആയിട്ടുണ്ടാവും. തുറന്നതിന് ശേഷം നല്ല സെറ്റായി വന്നിട്ടുണ്ട്. ഇപ്പോൾ ഗ്രേവി മോഡൽ തന്നെ ആയിട്ടുണ്ട് ചിക്കൻ. നല്ല സ്മെല്ലൊക്കെ, നല്ല അടിപൊളി സ്മെല്ല്. നല്ല ഇപ്പോൾ ടേസ്റ്റ് നമുക്കിനി കഴിക്കുമ്പോൾ അറിയുള്ളൂ നിങ്ങൾക്ക് ടേസ്റ്റൊക്കെ ഉണ്ടെന്ന്. സ്മെല്ല് കേൾക്കുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നും, അത്രയും നല്ലൊരു സ്മെല്ലിട്ട് വന്നിട്ടുള്ളത്. ഇപ്പോൾ എല്ലാം സെറ്റായിട്ടുണ്ട്. ഞാൻ ഏതായാലും പാത്രത്തിലേക്ക് നമ്മൾ കറി ഒഴിക്കാൻ പോവുകയാണ്. അടിപൊളി കറി ഉണ്ടാക്കിയിട്ടുള്ളത് കണ്ടില്ല. അതാ കളർ നമ്മൾ മുളക് പൊടിയൊന്നും ആവശ്യമില്ല, അങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി. അത്യാവശ്യം എരിവും ഉണ്ടാവും, പിന്നെ അതിലേക്കുള്ള ടേസ്റ്റ് രുചി എല്ലാം ഉണ്ടാവും. കാരണം കൂടുതൽ മസാലകളൊന്നും ഇടാതെ ഞാൻ ഒരു 3-4 ഐറ്റംസ് മാത്രം ഇട്ടിട്ട് ഉണ്ടാക്കിയ സാധനമാണ്. നല്ല അടിപൊളി കറിയാണ്. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ചിക്കൻ കറിയാണ്, പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും എല്ലാവർക്കും. അപ്പോൾ എൻ്റെ വീഡിയോ വിളിച്ച് ഞാൻ സ്റ്റോപ്പ് ചെയ്യണം. ഓക്കെ.